അമ്മച്ചിമാരെ, ഇന്ന് നമ്മൾ അച്ഛൻ്റെ 41ാം ജന്മദിനം ആചരിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. അച്ഛൻ നമ്മളിൽ നിന്നും മരിച്ചു പോയിട്ടില്ല, ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു, അല്ലേ? അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി അച്ഛനോട് പ്രാർത്ഥിച്ചാലും അച്ഛനത് നമുക്ക് സാധിച്ചു തരും. അച്ഛനുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അത് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അതെനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, അതെനിക്ക് സാധിച്ചു കിട്ടി. നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകരിച്ചത് തന്നെ ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്നാണ് അച്ഛനെ വിധവ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ഞാനും ഡെയ്സി ചേച്ചിയും ശ്വാസാൻ ചേച്ചിയും കൂടി ആണ് ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയുടെ വീട്ടിലായിട്ട് വന്നുകൊണ്ടിരുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ വിധവാമ്മച്ചിമാരുടെ എണ്ണം കൂടുതൽ വരുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് വിധവാമ്മച്ചിമാരുടെ ഒരു കൂട്ടായ്മ നടത്താം, നിങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി ആളുകളെ സംഘടിപ്പിക്കണം. ആദ്യം ഞങ്ങൾ തൈക്കൽ തൊട്ട് പൊള്ളയത്തെ പള്ളി വരെയാണ് ഞങ്ങൾ ഓരോ വീട് വഴി കയറിയിറങ്ങി അമ്മച്ചിമാരെ സംഘടിപ്പിച്ച് 3 പേര് കൂടിയാണ് ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അത് മാറി മാറി ഓരോരുത്തരായിട്ട് വണ്ടി കൊണ്ടുവരാൻ തുടങ്ങി. ഇന്ന് 9 വണ്ടികൾ വരണം. എന്നിട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നമുക്ക് എണ്ണം കൂടുതൽ വേണമെന്നാണ്. അച്ഛൻ അത് കഴിഞ്ഞിട്ടാണ് അമ്മച്ചിമാർ വരണം, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് കരുതിക്കൊണ്ട് നമുക്ക് 10 മാസം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് അച്ഛനെ കുറച്ച് കൊടുക്കാൻ സാധിച്ചു. അത് നമ്മുടെ ജോഷ്യത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ്, ബാക്കി നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അച്ഛനും തരും നമുക്ക്. അച്ഛനും പ്രശാന്തച്ഛനെ പോലെ തന്നെ ജോഷ്യത്തിന് നല്ല രീതിയിൽ ആ അച്ഛൻ എന്ത് പ്രവർത്തിച്ചോ അതേ രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് ജോഷ്യച്ചനും സുധീരച്ചനും പറയുന്നത്. അപ്പം നമ്മളുടെ ഇടയിൽ നമ്മൾ ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു, അച്ഛനുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും. നമ്മുടെ കൂട്ടായ്മയിൽ ആളെ കൂട്ടിക്കൊണ്ടുവരുവാനും നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ അനുദിന യോഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ സുധീരച്ചനാണ്. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ പ്രശാന്തച്ചനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച്, അച്ഛനാണ് നമ്മുടെ കൂട്ടായ്മ, പ്രശാന്തച്ചനാണ് എല്ലാ കാര്യങ്ങളും നടത്തി പോകുന്നതെങ്കിൽ പോലും സുധീരച്ചനാണ് നമ്മുടെ കുർബാനയും ആരാധനയും എല്ലാ കാര്യങ്ങളും, വചന ശുശ്രൂഷയ്ക്ക് ആരും വന്നില്ലെങ്കിൽ പോലും അതിനും എല്ലാ കാര്യങ്ങളും അച്ഛൻ വളരെ ഭംഗിയോടുകൂടി ചെയ്യുന്നു. അമ്മച്ചിമാർക്ക് ഉപസാരം കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നമ്മളോടൊപ്പം. നമ്മൾ എന്ത് പറഞ്ഞാലും അച്ഛൻ അത് അങ്ങനെ ചെയ്യണം, അല്ലേ? നമ്മൾ പറയുന്നത് അച്ഛൻ കേട്ടിട്ട് അത് ശരിയാണെങ്കിൽ അംഗീകരിക്കുന്നു. അച്ഛൻ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഒപ്പം, നമ്മുടെ പ്രശാന്തച്ചനൊപ്പം പോലെ തന്നെ നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഇനിയും അച്ഛൻ്റെ പ്രവർത്തനം നമ്മളോടൊപ്പം തന്നെ ആയിരിക്കും. അച്ഛൻ്റെ പ്രവർത്തന മേഖല നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ തന്നെ ചെയ്യുവാണ് കൃപ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിധവാ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അച്ഛന് നന്ദി രേഖപ്പെടുത്തുന്നു. സുപ്പീരിയറായ നമ്മുടെ ജോഷിച്ചനാണ് അടുത്ത നന്ദി പറയേണ്ട പാട്ട് നിർവഹിച്ച അച്ഛൻ. പ്രശാന്തച്ചൻ്റെ മരണം നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിപ്പോയി. നമ്മൾ ധ്യാനത്തിൻ്റെ സമയത്താണ് അച്ഛൻ പെട്ടെന്നാണ്, ഞാൻ ശനിയാഴ്ച പോയി ആശുപത്രിയിൽ, തിങ്കളാഴ്ച വന്നിട്ടാണ് അച്ഛൻ ആശുപത്രിയിലാണ്. പെട്ടെന്നാണ് അച്ഛൻ പിറ്റേ ശനിയാഴ്ച തന്നെ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചത് വിധവ കൂട്ടായ്മ ഇങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് ഇനി നടക്കുമോ ഇല്ലയെന്നോ അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ജോഷിച്ചൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രശാന്തച്ചൻ ഏത് രീതിയിലാണല്ലോ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആ മനസ്സ്, അമ്മച്ചിമാരെ കൊണ്ടുവരണം, നിങ്ങൾ അത് ശ്രമിക്കണം, അത് വേണ്ട രീതിയിൽ എന്താണ് അച്ഛൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാമെന്ന് ഞങ്ങളോട് മീറ്റിങ്ങിൽ അച്ഛൻ പറഞ്ഞു. അച്ഛന് വിധവ കൂട്ടായ്മ നടക്കുന്നുണ്ട്. ചിലപ്പം സുധീരച്ചനില്ലാത്ത പോകുന്ന കുർബാനയിൽ അത്രമാത്രം കാര്യങ്ങളൊക്കെയാണ് കറക്റ്റായിട്ടല്ലേ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ എല്ലാം പറഞ്ഞപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അച്ഛന് എന്തിനും നമ്മുടെ കൂടെ നിൽക്കാനും അതിനുള്ള കൃപയും സദസ്യനായി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള വിധവ കൂട്ടായ്മയുടെ ലീഡേഴ്സിൻ്റെ പേരിലും നമ്മുടെ അമ്മച്ചിമാരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് നമ്മുടെ ജോയിയാണ്.